വിലക്കയറ്റം സർവത്ര വിലക്കയറ്റം. ഇന്ന് ഈ ജൂൺ മാസം പിറന്നത് തന്നെ മനുഷ്യന്റെ നടുവൊടിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ്. പാചകവാതകത്തിന് വില കൂടുമെന്നതാണ് ആദ്യത്തേത്. മിൽമ പാലിനും തൈരിനുമൊക്കെ വില കൂടുമെന്ന് രണ്ടാമത്തെ വാർത്ത. വാണിജ്യ സിലിണ്ടറുകൾക്ക് 46 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 19 കിലോ സിലിണ്ടറിന് പുതുക്കിയ വില 3131 രൂപയായിരിക്കുന്നു. പാലിന് 4 രൂപയൊക്കെയാണ് കൂടുന്നത്. സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടിക്കുന്ന ഈ വിലക്കയറ്റത്തെ ജനം എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി ഉയർന്ന ചോദ്യം. അപ്പോൾ ജനം ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ഒരു വശത്ത് പാൽ വില വർധന, മറ്റൊരിടത്ത് ഇന്ധന വില വർധന, വേറൊരു വശത്ത് LPG സിലിണ്ടറുകളുടെ വില വർധന. അങ്ങനെ എവിടെ നോക്കിയാലും സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അടിക്കടിയുള്ള വില വർധന സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നില്ലേ? അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്നില്ലേ? ന്യൂസ് മലയാളം ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പിന്നെ തീർച്ചയായിട്ടും ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? കഷ്ടപ്പെടുന്ന പൈസ എല്ലാം ഈ സാധനങ്ങൾ വാങ്ങിക്കാനേ പറ്റുള്ളൂ. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. പ്രതിസന്ധിയാണ്, സാധാരണക്കാർക്ക് പ്രതിസന്ധിയാണ്. അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവർ കൂട്ടി വാങ്ങിക്കുന്നു, കൊടുക്കുന്നു. പൈസ ഉള്ളവർ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യും. എല്ലാ സാധനങ്ങൾക്ക് വിലയാണ്. ഇപ്പോൾ ഇന്ന് പാലിൻ്റെ വില കൂടിയെങ്കിൽ അതൊരു ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ വെളിയിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു ചായ വയ്യ, ക്ഷീണിച്ച് വെളിയിൽ നിന്നൊരു ചായ കുടിക്കാം, 15 രൂപ. അപ്പോൾ അതൊക്കെ ഭയങ്കര കഷ്ടമാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഞങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് പോകാൻ പറ്റണില്ല. വിലക്കയറ്റം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടിട്ടും എല്ലാവരെയും ബാധിക്കേണ്ടത് അത് ശരിയാണ്. ഇതിപ്പോൾ പെട്രോളിന് വില കൂടി, പാല് വില കൂടി. അതിപ്പോൾ വന്നെ മാറി വരുന്ന സർക്കാരുകൾ അങ്ങനെ തന്നെയുള്ള. ഒരാൾ പറയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ വില കുറക്കും, നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അടുത്ത ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മറന്നു പോവും. അങ്ങനെയൊക്കെ തന്നെ വിലക്കയറ്റം നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ശരിക്കും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ ആയാലും ഇപ്പോൾ ഒരു ചായ കുടിക്കണ നേരത്തെ ഒരു 12 രൂപ വന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ 15 രൂപയായി. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ആൾക്കാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ തന്നെ ഈ ഹെൽപ്പർമാർ പൈസ അങ്ങോട്ട് കൂട്ടി. അപ്പോൾ അതനുസരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ചിലവ് കൂടി എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ തൊഴിലാളികളുടെ ഇടയിൽ തന്നെ, സാധാരണക്കാരൻ്റെ ഇടയിൽ തന്നെ ഭയങ്കര ഇതാകാൻ തുടങ്ങി, ചിലവുകൾ കൂടാൻ തുടങ്ങി. Due to the war, its impact is seen everywhere. So gas price hike, petrol price hike. So it affects each and everyone in some or other way. പാവപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഉള്ളവർക്ക് ഉള്ളതനുസരിച്ച് നന്നായിട്ട് ജീവിച്ചു പോകാം. പക്ഷേ കഷ്ടപ്പെടുന്നവർക്ക് എന്നും കഷ്ടപ്പാട് തന്നെ എന്ന് പറഞ്ഞൊരവസ്ഥയിലാണല്ലോ. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്. സാഹചര്യം യുദ്ധം എന്നാണ് പറയണത്. പക്ഷെ പെട്രോളൊക്കെ ഇപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ നമുക്ക് പിന്നെ പുറത്തുനിന്നൊക്കെ ഏറ്റവും വില കുറച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനജീവിതം ദുസ്സഹമാക്കാൻ മാത്രമുള്ള ഒരു പരിപാടിയാണിത്. അതെ, അങ്ങനെ തന്നെ. ഞാൻ ഓട്ടോറിക്ഷ ജീവനക്കാരനാണ്. അപ്പം കഴിയണില്ലപ്പം. കാരണം ഡീസലിന് വില കൂടി, പിന്നെ സാധനത്തിന് വില കൂടി, പിന്നെ സ്പെയർ പാർട്സിന് വില കൂടി. അപ്പോൾ ഓട്ടോ ചാർജ് കൂട്ടി തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഗ്യാസിനും കൂടി, പെട്രോളിനും കൂടി, ഡീസലിനൊക്കെ എല്ലാം കൂടിയിരിക്കണേ. ഞങ്ങളെ കാര്യം മറ്റേ അതാണ്. നമുക്ക് ഇപ്പോഴും 30 റുപ്യ തന്നെ. 6 കൊല്ലം മുന്നേ കൂട്ടിയതാണ്, 30 റുപ്യ ആക്കിയതാണ്. ഇപ്പോഴും ആ 30-ലാണ് ഓടുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ ചായക്ക് 15, പിന്നെ പൊറോട്ട 20 ആയി. നമുക്കിപ്പോൾ 30 റുപ്യ തന്നെ. നമ്മളിപ്പോൾ കിട്ടിയ മിനിമം 30 റുപ്യ കിട്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കഴിയാത്ത അവസ്ഥ. അതാണ് ഈ ഒരു വിലവർദ്ധനവ്. ഇങ്ങനെ ഓരോ അനുദിനം കൂടുമ്പോൾ ആദ്യം ഇന്ധന വില വർധനവ്, പിന്നെ ഈ പാചകവാതകത്തിന്റെ വില വർധനവ്, ഇപ്പോൾ പാലിനും കൂടി വില കൂടിയതോട് കൂടിയിട്ട് മനുഷ്യന്റെ നടു ഒടിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ്. ഇതിൽ ഒരു പരിഹാരം സർക്കാരൊക്കെ ഇടപെട്ടുണ്ടാക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം.